അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മാലിക് ബിൻ ദീനാർ ജുമാ മസ്ജിദിലാണ് അൽഹംദുലില്ലാഹ് എത്തിയിട്ടുള്ളത്. സമസ്തയുടെ 100-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി കുനിയയിലേക്കെത്തിയ ആയിരക്കണക്കിന് ആളുകളാണ് ഈ സമയത്ത് മാലിക് ദീനാർ പള്ളിയിൽ വിശ്രമത്തിനും മറ്റു പ്രാഥമിക കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് എത്തിയിട്ടുള്ളത്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തുകൊണ്ട് കുനിയയിലേക്ക് പുറപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ തന്നെ ഒരു സമ്മേളന നഗരിയായി മാറിയിട്ടുണ്ട്. ധാരാളം വാഹനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളും പള്ളിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പോലീസ് മറ്റു വോളണ്ടിയർമാരൊക്കെ ഇവിടെ പ്രവർത്തകരായിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി നിന്ന് കുനിയ ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനത്തിൽ ഒരംഗമാവാൻ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് ആളുകളാണ് മാലിക് ദീനാർ പള്ളിയിലെത്തി ഒരു സമ്മേളനത്തിന് എന്നതുപോലെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് കുനിയ, കാസർഗോഡ് കുനിയ ഒരു വലിയ ചരിത്ര സംഭവത്തിന് സാക്ഷിയാവാൻ പോവുകയാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ പ്രമുഖനാണ്. മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ പള്ളിയിലാണ്. മാലിക് ബിൻ ദീനാർ ജുമാ മസ്ജിദിൻ ഖബർസ്ഥാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ മറവ് ചെയ്യപ്പെട്ട 1400-1500 വർഷം പഴക്കമുള്ള ജുമാഅത്ത് പള്ളിയാണ്. ദിവസങ്ങളായി ഇവിടെ ഒരുപാട് ആളുകൾ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ 100-ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിയ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ പലരും അന്തി ഉറങ്ങാൻ വേണ്ടി ഈ പള്ളിയിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പള്ളിയുടെ അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്.